PCOS ഉണ്ട് എന്ന് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമുക്കറിയുന്ന ആളുകളോടോ ഡോക്ടേഴ്സിനോടോ ഒക്കെ പറയുന്ന സമയത്ത് അവരൊക്കെ കണ്ണും പൂട്ടി നമുക്ക് തരുന്ന ഒരു ഉപദേശമാണ് നീ വെയിറ്റ് കുറക്ക് എന്നുള്ളത്. ഈ വെയിറ്റ് കുറക്കാൻ പറയുന്നത് അത് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് എന്ന് ഇതിന് ശ്രമിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും. കാരണം ഈ PCOSലുള്ള വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് അത് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ മടി പിടിച്ച് ഒരു ഭാഗത്ത് എക്സസൈസ് ഒന്നും ഇല്ലാതെ ഇരുന്നിട്ടോ വരുന്നതല്ല. പകരം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ഒരവസ്ഥ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് വരുന്ന വെയിറ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് കലോറി റെസ്ട്രിക്റ്റ് ചെയ്യുക, നമ്മൾ ഭക്ഷണമൊക്കെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് നമ്മളിലുള്ള സ്ട്രെസ് കൂട്ടാനും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് PCOSന്റെ സിംറ്റംസ് അമിതമായിട്ട് ഉണ്ടാവാനുള്ളൊരു കാരണമാവും. നമ്മൾ കലോറി അമിതമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ നമ്മൾ വളരെ കുറവ് മാത്രം കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ് കൂടുകയും അതിൻ്റെ ഫലമായിട്ട് PCOSന്റെ സിംറ്റംസ് കൂടാനിടയാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹൈ പ്രോട്ടീൻ ഉള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമ്മളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും സ്ട്രെങ്തനിങ് ട്രെയിനിങ്ങുകൾ നമ്മൾ ചെയ്യുക. പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ പോലെയുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയുള്ള വസ്തുക്കൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക.